നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പീച്ചി താമരവെള്ളച്ചാലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി കൊല്ലപ്പെട്ടു. മലയൻ വീട്ടിൽ പ്രഭാകരനാണ് കൊല്ലപ്പെട്ടത്. കാടിനുള്ളിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോഴായിരുന്നു ആക്രമണം. അതിരപ്പിള്ളിയിലെ കാട്ടാന ദൌത്യം 1ാം ഘട്ടം വിജയകരം. കോടനാടുള്ള ചികിത്സാ കേന്ദ്രത്തിലെത്തിച്ച കൊമ്പന് തുടർ ചികിത്സ ആരംഭിച്ചു. മമ്മിയൂരിൽ ബൈക്കിൽ ടോറസ് ലോറി ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഇരിങ്ങപ്പുറം സ്വദേശി വിപിനാണ് മരിച്ചത്. ഗുരുവായൂരിൽ നടന്ന സംസ്ഥാനതല തദ്ദേശ ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. സാർവത്രിക വിദ്യാഭ്യാസവും വ്യാപകമാകുന്നതിലും ആരോഗ്യരംഗത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി. കയ്പമംഗലം 3 പീടികയിൽ ജ്വല്ലറി ഉടമയെ കബളിപ്പിച്ച് യുവാവ് 8 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. സ്വർണ്ണഗോപുരം ജ്വല്ലറിയിലാണ് മോഷണം നടന്നത്. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി ഓഫീസിൽ നിന്നും ഔദ്യോഗിക രേഖകൾ കടത്തിയതായി ആരോപണം. രാത്രി ഓഫീസ് തുറന്ന് ഓട്ടോറിക്ഷയിൽ ഫയലുകൾ കടത്തിയെന്നാണ് ആരോപണം. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ കുടുംബ വഴക്കിനിടെ 3 പേരെ മർദ്ദിച്ച വയോധികനെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. വെട്ടിക്കാട്ടിരിയിൽ കുരുവിളത്തൊടിയിൽ വീട്ടിൽ രവിയാണ് അറസ്റ്റിലായത്. കൊടുങ്ങല്ലൂർ മേത്തലയിൽ സിമന്റ് ഇഷ്ടിക നിർമ്മാണ കേന്ദ്രത്തിൽ പ്ലാസ്റ്റിക് ചാക്കുകൾ കത്തിച്ചതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തി. മൈത്രി സോളിഡ് ബ്രിക്സിലാണ് 3000-ഓളം പ്ലാസ്റ്റിക് ചാക്കുകൾ ഡീസൽ ഒഴിച്ച് കത്തിച്ചത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ജീവനക്കാർ തീകെടുത്തി. ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം ഈ വർഷം മുതൽ പുതിയ കോലം എഴുന്നള്ളിക്കും. 110 വർഷം പഴക്കമുള്ള കോലമാണ് മാറ്റുന്നത്. ആലത്തൂർ മഠം കുടുംബത്തിന്റെ നേതൃത്വത്തിൽ പുതിയ കോലം വടക്കാഞ്ചേരി ദേശത്തിന് കൈമാറി. വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ പറപ്പുറപ്പാട് ആരംഭിച്ചു. മാർച്ച് 2 മുതൽ 5 വരെയാണ് കുതിരവേല നടക്കുന്നത്. എടവിലങ്ങിൽ ജനവാസ കേന്ദ്രത്തിലെ തോട്ടത്തിൽ ശുചിമുറിയിൽ മാലിന്യം തള്ളി. അരണാലിത്തോട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ശുചിമുറി മാലിന്യം തള്ളിയത്. തണ്ണീർ പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ കിളികൾക്കൊരു കുടം പദ്ധതിയുടെ ഉദ്ഘാടനം വിയൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് കെ അനിൽകുമാർ നിർവഹിച്ചു. അഖിൽ രാജ്, വിനീത്, ബേസിൽ, ജോൺസൺ ആളൂർ, ഷാജി, തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കടവല്ലൂർ മേഖലയിലെ തോടുകൾ വറ്റിയതോടെ കൊള്ളാഞ്ചേരി പാടശേഖരത്തിൽ ജലക്ഷാമം രൂക്ഷമായി. നടിയിൽ കഴിഞ്ഞ 40 ദിവസം പ്രായമായ നെൽച്ചെടികളാണ് വേണ്ടത്ര വെള്ളം കിട്ടാത്തതിനാൽ മുരടിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ നികുതി കൊള്ളയ്ക്കെതിരെ കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളറക്കാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. DCC സെക്രട്ടറി VK രഘുസ്വാമി ധർണ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ ബജറ്റിനെതിരെ ഏങ്ങണ്ടിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏത്തായ് വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. DCC മെമ്പർ ഇർഷാദ് K ചേറ്റുവ ധർണ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ ബജറ്റിനെതിരെ എളവള്ളി വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നടപടികൾക്കെതിരെ തൈക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തി. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാലിൻ ധർണ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കെതിരെ ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണന്തല വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. UDF ഗുരുവായൂർ നിയോജക മണ്ഡലം കൺവീനർ KV ഷാനവാസ് ധർണ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിനെതിരെ കോൺഗ്രസ് തിരുവില്ലാമല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. DCC സെക്രട്ടറി TN കൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മടത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉടൻ പ്രവർത്തനം ആരംഭിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. മാള സ്വദേശി ഷാൻഡി ജോസഫ് തട്ടകത്ത് നൽകിയ ഹർജിയിലാണ് ഉത്തരവ്.
ഛത്രപതി ശിവാജിയുടെ ജന്മദിനം എരുമപ്പെട്ടി മുരിങ്ങാത്തേരിയിൽ ആഘോഷിച്ചു. ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്ന മറാഠ സ്വദേശികൾ ഒത്തുചേർന്നാണ് ആഘോഷം നടത്തിയത്. മതിലകം ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതിയുടെ റഹ്മാൻ വാടാനപ്പള്ളി സാഹിത്യ പുരസ്കാരം VG തമ്പി രചിച്ച ഇതം പരാമിതം എന്ന നോവലിന് ലഭിച്ചു. 10,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടക്കുന്നതാണ് പുരസ്കാരം. തിരുവില്ലമില ശ്രീ വില്ലാദ്രി ദിന ക്ഷേത്രത്തിൽ ഏകാദശിയോടനുബന്ധിച്ച് വിശേഷാൽ പൂജകൾ നടന്നു. വിവിധ കലാരൂപങ്ങൾ അരങ്ങേറി. കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിലെ കാവടി മഹോത്സവം വർണ്ണാഭമായി. ചടങ്ങുകൾക്ക് സമാജം മേൽശാന്തി സിജിത് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ പട്ടാളം റോഡ് ടെലിഫോൺ എക്സ്ചേഞ്ച് ഓപ്പറേറ്റേഴ്സ് സംഘം തൃശൂരിൽ നടന്നു. 80 വയസ്സ് കഴിഞ്ഞ 8 പേരെ ചടങ്ങിൽ ആദരിച്ചു. കേരള പ്രദേശ് കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇരവിമംഗലത്ത് പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. ഡിസോൺ കലോത്സവത്തിലെ കലാതിലകം ചിറക്കൽ സ്വദേശി നിരഞ്ജൻ ശ്രീലക്ഷ്മി ആദരിച്ചു. ചാഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദരിച്ചത്. വെങ്കിടം കണ്ണോത്ത് GM LP സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു. വെങ്കിടം പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു. തലൂർ ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിന്റെ 1 വർഷം നീണ്ട ശതാബ്ദി ആഘോഷങ്ങൾക്ക് സമാപനമായി. മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ കേരളത്തിനു വേണ്ടി സ്വർണം നേടിയ മഹേഷിനെ അമ്പലപ്പാറ ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. അരുൺ, ഷാജി, ബാബു എന്നീ സീനിയർ താരങ്ങൾ നേതൃത്വം നൽകി. കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവനുകൾ പൊലിയുന്നത് തുടർക്കഥയാകുന്നു. ഈ വർഷം 2 മാസം പിന്നിടുമ്പോൾ മാത്രം കാട്ടാനകളുടെ ആക്രമണത്തിൽ സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടത് 14 പേർ. CPM ജില്ലാ സെക്രട്ടറിയായി ചുമതലയേറ്റ KV അബ്ദുൾ ഖാദർ തൃശൂർ TCV ഓഫീസ് സന്ദർശിച്ചു. സാറ്റലൈറ്റ് ചാനലുകൾ വിവാദങ്ങൾക്ക് പിന്നാലെ പായുമ്പോൾ ഗ്രാമീണത ഉയർത്തിപ്പിടിക്കുന്ന ചാനലാണ് TCV എന്ന് അബ്ദുൾ ഖാദർ പറഞ്ഞു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ശരീര സൗന്ദര്യ മത്സരത്തിൽ ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂർ തുടർച്ചയായി 5ാം തവണയും ചാമ്പ്യന്മാർ. മിസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ആയി ശ്രീകൃഷ്ണ കോളേജിന്റെ R ശ്രീറാം തിരഞ്ഞെടുക്കപ്പെട്ടു. ഉത്രാളിക്കാവിൽ പറ പുറപ്പെട്ടതോടെ അനുഷ്ഠാന നാടൻ കലാരൂപമായ പൂതനും തിറയും തട്ടകത്തെ വീടുകളിലേക്ക് യാത്ര തുടങ്ങി. 25-ന് പൂര ദിവസം ക്ഷേത്രത്തിലെത്തി പൂതനും തിറയുടെയും യാത്ര സമാപിക്കും. ബേക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു. വ്യവസായ പ്രമുഖൻ TS കല്യാണരാമൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ ബജറ്റിനെതിരെ കൊണ്ടാഴി പാറമേൽപ്പടി വില്ലേജ് ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് DCC ജനറൽ സെക്രട്ടറി P സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ ബജറ്റ് നിർദ്ദേശങ്ങൾക്കെതിരെ തൃശൂർ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും തൃശൂർ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ തൃശൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ധർണ ഉദ്ഘാടനം ചെയ്തു. ജനദ്രോഹ ബജറ്റ് നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി വർധനവുമെതിരെ ഒല്ലൂക്കര വില്ലേജ് ഓഫീസിന് മുൻപിൽ ഒല്ലൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് IP പോൾ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ ബജറ്റിനെതിരെ മുല്ലശ്ശേരി വില്ലേജ് ഓഫീസിന് മുന്നിൽ മുല്ലശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ധർണ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി 50% വർദ്ധിപ്പിച്ചതിനുമെതിരെ അരിമ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എറവ് വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് V സുരേഷ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭൂനികുതി വർധനവിനെതിരെ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. DCC സെക്രട്ടറി CC ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു.
കോൺഗ്രസ് പാവറട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാവറട്ടി വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ തീരുമാനങ്ങൾക്കെതിരെയും ഭൂനികുതി 50% വർദ്ധിപ്പിച്ചതിനുമെതിരെയായിരുന്നു ധർണ. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.